നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ലഞ്ച് ബ്രേക്ക് ആയി. വാ നമുക്ക് ഭക്ഷണം കഴിക്കാം. നിശ ചേച്ചി പറഞ്ഞ നീ കേട്ടോ? കേട്ടു. ജയന്തി പറഞ്ഞത് ശരിയാ. പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നത്. നീ വെറുതെ വഴക്കിനൊന്നും പോണ്ട. കരുണാകര സാറിന്റെ വാല് പോലെ നടന്ന രഘുവിന്റെ അനുഭവം നിനക്ക് ഓർമ്മയില്ലേ? അവനിപ്പോ ഈ കമ്പനി പോലുമില്ല. നിഷ ചേച്ചിയെ കാത്തിരിക്കുന്ന വിധിയും അത് തന്നെയാ. എല്ലാരും കൂടി തല്ലി ഓടിക്കും. മോഹൻ ചേട്ടാ, എന്താ? പ്രേം ചേട്ടനോട് എനിക്ക് സംസാരിക്കണം. ഞാനിവിടുന്ന് പോണോന്നല്ലേ നീ പറഞ്ഞു വരുന്നത്? പോയേക്കാം. നിങ്ങള് സംസാരിക്കും. പ്രേം ചേട്ടൻ എന്താ പറ്റിയത്? അല്ല, രാത്രി ഫോൺ ചെയ്തപ്പോഴും എന്തോ വിഷമമുള്ളത് പോലെയാ പ്രേം ചേട്ടൻ സംസാരിച്ചത്. അമ്മയുമായിട്ട് വഴക്കൂടിയോ? എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെയാ പ്രേം ചേട്ടൻ സംസാരിച്ചത്. എന്നിൽ നിന്നെന്തോ മറച്ചു പിടിക്കുന്ന പോലെയാ എനിക്ക് തോന്നിയത്. പറു, നമുക്ക് പിന്നെ സംസാരിക്കാം. എന്നോട് പറയാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല. പക്ഷെ പ്രേം ചേട്ടാ, രാത്രി ഞാൻ ഫോണിലൂടെ ചോദിച്ചത് പ്രേം ചേട്ടന് ഓർമ്മയില്ലേ? എന്നെങ്കിലും എനിക്ക് ഗന്ധർവനെ കാണിച്ചു തരോ? ഗന്ധർവനോട് ഇവിടെ വരാൻ പറയോ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ പാറു, ആ കാശ് തന്നത് ഗന്ധർവനല്ല, എന്റെ ഒരു ഫ്രണ്ടാ. ഏത് ഫ്രണ്ട്? എന്താ ഒന്നും പറയാത്തത്? ആ ഫ്രണ്ടിന് എന്താ പേരില്ലേ? അതെങ്കിലും എന്നോടൊന്ന് പറയേ, ഞാൻ അയാളെ കണ്ട് സംസാരിച്ചോളാം. പ്രേംചേട്ടന്റെ മുഖം കണ്ടാൽ അറിയാം കള്ളം പറയുന്നതാ. എന്തിനാ എന്നോട് കള്ളം പറയുന്നേ? ഗന്ധർവൻ തന്നാണെന്ന് തുറന്നു പറയുന്നത് കൊണ്ട് പ്രിയൻചേട്ടൻ എന്താ നഷ്ടം? പിന്നെ സംസാരിക്കാന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? പിന്നെയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയാതെ നീ പോയി നിന്റെ കാര്യം നോക്ക്. നിന്നോട് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല എനിക്ക്. 100 കൂട്ടം ജോലിയുണ്ട് എനിക്ക്. കൈലാഷ് സാർ. പ്രിയനിരിക്കെ. വേണ്ട സാർ. സാർ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? പറയാം, പ്രിയനിരിക്കെ. എന്തിനാ മടിക്കുന്നത്? പ്രിയനെ ഞാനൊരു എംപ്ലോയി ആയിട്ടല്ല, ഒരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. ഇരിക്കെ. എന്താ സാർ? സാറിന് എന്നോട് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് പ്രിയനോട് ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെയാ. പാർവതിയോടുള്ള എന്റെ പ്രണയം. എനിക്കാദ്യം പ്രിയനോടൊരു സോറി പറയണം. സാറെന്തിനാ എന്നോട് സോറി പറയുന്നത്? പാർവതിയുടെ മുന്നിൽ എന്റെ മനസ്സ് തുറക്കാൻ പ്രിയൻ എനിക്ക് 2 സിറ്റുവേഷൻസ് ഉണ്ടാക്കി തന്നു. കഴിഞ്ഞ ദിവസം റോഡിൽ വെച്ചും പിന്നെ ഇന്ന് കാലത്തും. പ്രിയൻ കൂടെ വരാതെ ഒഴിഞ്ഞു മാറിയപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. സാർ അവളോട് പ്രണയം തുറന്നു പറഞ്ഞു? ഇല്ല, 2 ചാൻസസും ഞാൻ നഷ്ടപ്പെടുത്തി. എന്റെ പ്രണയം സക്സസ് ആവാൻ പ്രിയൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ പ്രിയൻ ഉണ്ടാക്കി തരുന്ന സിറ്റുവേഷൻസ് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. അതിനാ ഞാൻ പ്രിയനോട് സോറി പറഞ്ഞ. പക്ഷേ ഇനി ഒരു ചാൻസ് കിട്ടിയാൽ ഞാനത് നഷ്ടപ്പെടുത്തില്ല. പ്രിയൻ ക്യാഷ് തന്ന് സഹായിച്ചത് ഞാനാണെന്ന് പാർവതിയോട് പ്രിയൻ പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല സാർ. 10 ലക്ഷം രൂപയല്ലേ? അത്രയും വലിയ എമൗണ്ട് ആരും വെറുതെ കൊടുക്കില്ലല്ലോ. അതുകൊണ്ട് അവളെ ഹെൽപ്പ് ചെയ്തത് ഞാനാണെന്ന് അവൾക്ക് സംശയം തോന്നിയിട്ടുണ്ടാവൂ? ഈ നിമിഷം വരെ അങ്ങനൊരു തോന്നൽ അവൾക്ക് ഉണ്ടായിട്ടില്ല.
പ്രിയന് എന്തേ ഇത്ര ഉറപ്പ്? അവളെ സഹായിച്ചത് ഗന്ധർവനാണെന്നാ അവള് വിശ്വസിച്ചിരിക്കുന്നത്. ഗന്ധർവനോ? 10 ലക്ഷം രൂപ കൊടുത്ത് അവളെ സഹായിച്ചത് ഗന്ധർവനാണെന്നാണ് അവള് വിശ്വസിച്ചിരിക്കുന്നത്. അതെ സർ, എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതാണെന്ന് ഞാൻ അവളോട് പലതവണ പറഞ്ഞു. പക്ഷെ ഞാൻ എത്ര പറഞ്ഞിട്ടും അവള് വിശ്വസിക്കുന്നില്ല. ഗന്ധർവനല്ലാതെ വേറെ ആരും അത്രയും വലിയ തുക നൽകി അവളെ സഹായിക്കില്ലെന്ന അവളുടെ വിശ്വാസം.